പാലക്കാട് മെഡിക്കൽ കോളേജിലെ IP വിഭാഗം ഉദ്ഘാടന വേദിയിലേക്ക് PPE കിറ്റ് ധരിച്ചെത്തി ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം. കോവിഡ് ബ്രിഗേഡിലെ അംഗങ്ങളാണ് പ്രതിഷേധവുമായി എത്തിയത്. കൊറോണ കാലത്ത് ആശുപത്രികളിൽ ജോലി ചെയ്തിരുന്നവരെ സ്ഥിരപ്പെടുത്തിയില്ലെന്ന് കോവിഡ് ബ്രിഗേഡ് അംഗങ്ങൾ പറഞ്ഞു. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് മുഖ്യമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി വേദിയിലാണ് ഇത്തരത്തിൽ കോവിഡ് ബ്രിഗേഡിയറായ ജീവനക്കാർ, താൽക്കാലിക ജീവനക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇപ്പോഴും പരിപാടി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഒരുപറ്റം ജീവനക്കാർ പ്രതിഷേധം നടത്തുന്നത്. ഇവർ പറയുന്നത് കൊറോണ കാലത്ത് തങ്ങളുടെ ജീവൻ പണയം വെച്ച് ജോലി ചെയ്തതാണ്. താൽക്കാലികമായി ഒഴിവുകൾ വരുമ്പോൾ തങ്ങളെ പരിഗണിക്കാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ആ ഉറപ്പ് ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സ ഉൾപ്പെടെ ആരംഭിക്കുന്ന വേളയിൽ ആ ഉറപ്പ് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പരാതി. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ പ്രതിഷേധം നടത്തുന്നത്? സർ, ഞങ്ങള് കുറെ ഇതുപോലെ സമരങ്ങൾ നടത്തി. ആരും ഞങ്ങളുടെ സമരം ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആരും തയ്യാറല്ല. പേപ്പർ വാങ്ങിക്കാൻ നിങ്ങളെ ഞങ്ങൾ പരിഗണിക്കാന്ന് പറയല്ലാതെ ഇന്ന് വരെ ഞങ്ങൾക്ക് അതിന്റെ ഒരു ഉത്തരവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഞങ്ങളുടെ മന്ത്രിമാരൊക്കെ വരുന്നു. അപ്പോൾ ഇപ്പോഴെങ്കിലും നമ്മുടെ ആവശ്യം പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഞങ്ങൾക്ക് ഗുണം കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു ഉപകാരം എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇപ്പൊ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ സ്വരം ആരും കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഇവിടെ താൽക്കാലികമായിട്ട് പല ആൾക്കാരും വന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കോവിഡ് ബ്രിഗേഡിയറായിട്ട് ഞങ്ങളുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് പല രോഗങ്ങളും ഞങ്ങൾക്ക് ഇപ്പൊ ഉണ്ട്. അതൊക്കെ ഈ കോവിഡ് ജോലി ചെയ്തതിന്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ വേറെ ജോലി ചെയ്യാനുള്ള ഞങ്ങൾക്ക് പറ്റുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് ഈ മെഡിക്കൽ കോളേജിൽ ഞങ്ങളെ എടുത്തുകൂടാ താൽക്കാലികമായിട്ടെങ്കിലും? ഇതാണ് ഞങ്ങളുടെ ആവശ്യം. ബുദ്ധിമുട്ടി ജോലി ചെയ്താണ് കൊറോണ കാലത്ത്. ഞങ്ങൾ 6 മണിക്കൂറാണ് PP കിട്ടിയിട്ടിരിക്കുന്നത്. ഓരോ വ്യക്തി ദിവസം 6 മണിക്കൂറാണ് PP കിട്ടിയിട്ടിരിക്കുന്നത്. ഈ 6 മണിക്കൂർ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഒരു യൂറിൻ അടക്കം പാസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. ഇത്ര പാടുപെട്ട് ഞങ്ങൾ ഇതേ ഒരു സർട്ടിഫിക്കറ്റ് തന്നു, ഒരു ട്രോഫി തന്നു, അതോടെ ഒരു വാഗ്ദാനം തന്നു, നിങ്ങളെ പരിഗണിക്കാൻ മുൻഗണനയാണ്. പക്ഷെ ഇതുവരെ ഒരു മുൻഗണനയില്ല, ഒരു ഇതില്ല സാർ. ഞങ്ങൾ പലവിടെയും ഞങ്ങൾ റിക്വസ്റ്റ് കൊടുത്ത് ഒരു മറുപടി സ്ഥിരമായിട്ട് ഒരിടത്ത് നിയമിക്കണം എന്നുള്ളതൊന്നുമല്ല ആവശ്യം. ഇല്ല, ഞങ്ങൾക്ക് സ്ഥിരമായിട്ടുണ്ട്. ഇപ്പൊ ഉള്ളതിൽ ഒരു ഷിഫ്റ്റ് ആണെങ്കിൽ ഞങ്ങളെ കയറ്റി ഇറക്കണം എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങളുടെ കൂടത്തുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഉൾപ്പെടെ നടപടി ഉണ്ടായില്ലേ? അതെ, ഞങ്ങളുടെ കൂടെ വന്നവരായിരുന്നു അവർ രണ്ടുപേരും കൂടെ. അവർ PP കിറ്റ് ഇട്ടിട്ട് ഈ പ്രതിഷേധം എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് മന്ത്രിയിൽ എത്തിക്കണം എന്നായിരുന്നു. അപ്പോൾ ആ സമയത്താണ് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അവരെ തിരിച്ചു വിടുന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ കൂടെ ഉള്ളവർ തന്നെ ആയിരുന്നു. തീർച്ചയായിട്ടും നിവൃത്തികേട് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സമരം ചെയ്തത്. കാരണം ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ മുന്നിൽ ഒരു സമയമില്ല. ഞങ്ങൾ ഇത്രയും സമയം പറഞ്ഞിട്ടും ആരും കേൾക്കുന്നില്ല. ഇപ്പൊ ഞങ്ങളുടെ ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് വരുമ്പോൾ ഞങ്ങളെ ഒന്ന് പരിഗണിച്ചതിന് ശേഷം ഇപ്പൊ കുടുംബശ്രീ വഴിയാണ്, എംപ്ലോയ്മെന്റ് വഴിയാണ് പറഞ്ഞത്. ഇതിൽ എംപ്ലോയ്മെന്റിലുള്ളവരുണ്ട്, കുടുംബശ്രീയിലുള്ളവരുണ്ട്, SC കാരുണ്ട്. ഞങ്ങൾ ആരെയും പരിഗണിച്ചിട്ടില്ല. ഈ 400 പേരിൽ ഒരു 50 പേരെ പോലും ഞങ്ങളെ പരിഗണിച്ചിട്ടില്ല. ഇനിയെങ്കിലും ഞങ്ങൾക്ക് നല്ലൊരു വാർത്ത കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, നമ്മൾ കോവിഡ് ബ്രിഗേഡിൽ വർക്ക് ചെയ്ത് നമ്മൾ പോകുന്ന സമയത്ത് പറഞ്ഞത് ഇനി ആരോഗ്യ മേഖലയിൽ വരുന്ന ഏതെങ്കിലും ഒഴിവുകളിൽ ഞങ്ങളെ പരിഗണിക്കും. എല്ലാവരെയും പറ്റിയില്ലെങ്കിലും പറ്റുന്നവരെങ്കിലും ഞങ്ങൾ പരിഗണിക്കുന്ന പറഞ്ഞു. ഇപ്പൊ ഇത്ര വലിയ മെഡിക്കൽ കോളേജ് കൊണ്ട് ഞങ്ങളിൽ ഒരാളെ പോലും പരിഗണിച്ചില്ല. ഒരു താൽക്കാലിക ജോലി എങ്കിലും പരിഗണിക്കണം എന്നുള്ളതാണ് ആവശ്യം. താൽക്കാലിക ജോലി തന്നെയാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നതും. താൽക്കാലിക ജോലി തന്നെയാണ്. ഇപ്പൊ താൽക്കാലികം ഇല്ല, സ്ഥിരവും ഇല്ല. അപ്പൊ അവര് പറയുന്നത് സ്ഥിരപ്പെടുത്തണം എന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ സ്ഥിരപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടേ ഇല്ല. താൽക്കാലിക ജോലിയാണ്, താൽക്കാലികമാണ്. ഞങ്ങൾ ഡെയിലി വേജസ് ആയിട്ട് മുൻഗണന തരാമെന്ന് പറഞ്ഞിട്ടാണ് ഈ അനുമോദനം ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഈ അനുമോദനയും തന്ന് സർട്ടിഫിക്കറ്റും തന്ന് ഞങ്ങളെ ഇതാക്കിയത്, വിട്ടയച്ചത്. ഇപ്പൊ ഞങ്ങളുടെ യാതൊരുവിധ അവർ ഞങ്ങൾ പറയുമ്പോൾ ഒന്നും കേൾക്കണില്ല. ഇതിനെക്കുറിച്ച് എന്താണെന്ന് ചോദിക്കാൻ പോലും ഒരു മനസ്സ് കാണിക്കുന്നില്ല. ഇത് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? അതുകൊണ്ടാണ് ഞങ്ങളുടെ കൂടെയുള്ള രണ്ടുപേരും PP കിട്ടിട്ട് സമരം ചെയ്യാൻ കാരണം. അങ്ങനെയെങ്കിലും ഞങ്ങളുടെ പ്രശ്നം അവരിൽ എത്തിക്കണം വെച്ചിട്ട്. പക്ഷെ ഇതുവരെയായിട്ട് ആരും നമ്മുടെ പ്രശ്നം പരിഹരിച്ചില്ല. ഡ്യൂട്ടി എടുത്ത ശേഷം ഞങ്ങളുടെ ആരോഗ്യമൊക്കെ നശിച്ചു പോയി. കാരണം നമുക്ക് 10 അടി നടക്കുമ്പോഴേക്കും ഗതപ്പ് വരുന്നുണ്ട്. നമുക്ക് എന്താ പറയാ, ശ്വാസം മുട്ടൽ വരുന്നുണ്ട്. രാത്രി കിടക്കുമ്പോൾ കൂട്ടത്തുള്ള പലർക്കും തന്നെ അപ്പൊ തന്നെ കോവിഡ് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ എനിക്ക് മാത്രമേ വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടത് ആ ഒരു ബുദ്ധിമുട്ട്. കാരണം ഞാൻ ആശുപത്രിയിൽ കോവിഡ് ജോലി ചെയ്ത കാരണം എന്റെ മക്കൾക്ക്, എന്റെ ഹസ്ബൻഡിന് അടക്കം വന്ന ഇപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളാണ്. അതുതന്നെയാണ് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഇവർ കൊറോണ കാലത്ത്
കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും വേണ്ടി ആ ജനങ്ങളെല്ലാം കൊറോണ ബാധിച്ച ആളുകളെയൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രയത്നിച്ചിട്ടുള്ളത്. അങ്ങനെ പ്രയത്നിച്ച ഇവരെ ലോകമെമ്പാടും വലിയ രീതിയിൽ ഈ കൊറോണ കാലത്ത് അതിനുവേണ്ടി സേവനം ചെയ്ത ആരോഗ്യ പ്രവർത്തകരെ ബഹുമാനിക്കുകയും അവർക്ക് വലിയ രീതിയിലുള്ള ആദരം അർപ്പിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. കേരളത്തിലും അത്തരം കാഴ്ചകളൊക്കെ കണ്ടെങ്കിലും അവർക്ക് ഈ താൽക്കാലിക ജോലികൾ വരുമ്പോൾ അതിന് ഉൾപ്പെടെ പരിഗണിക്കാമെന്നൊരു വാക്ക് സർക്കാർ നൽകിയിരുന്നു. പക്ഷെ ആ വാക്ക് പാലിച്ചില്ല. ആ പാലിക്കാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സ ഉൾപ്പെടെ ആരംഭിക്കുമ്പോൾ യാതൊരു തരത്തിലും തങ്ങളെ പരിഗണിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കോവിഡ് ബ്രിഗേഡിയേഴ്സ് പാലക്കാട് എത്തിയത്. ഏതായാലും ആ പ്രതിഷേധത്തെയും അടിച്ചമർത്താനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.